ഇത് ഗുരുദേവ് നിത്യാനന്ദാശ്രമത്തിൻ്റെ വീഡിയോ ആണ്. ഇതിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഭഗവാൻ നിത്യാനന്ദയുടെ ശിഷ്യനാണ് സ്വാമി മുക്താനന്ദ. അദ്ദേഹത്തിൻ്റെ ബുക്ക് റിവ്യൂ ഏകദേശം ഒരു 50 വീഡിയോസ് മുഖാന്തരം നിങ്ങൾക്ക് അതിൻ്റെ ബുക്ക് റിവ്യൂ മൊത്തം ഞാൻ പങ്കിട്ടു. ആ ബുക്കിലുള്ള സ്വാമി മുക്താനന്ദ എഴുതിയ അത്ര കാര്യവും ഒരു ഏകദേശം ഒരു 50 വീഡിയോ വഴി ഞാൻ എല്ലാ പ്രേക്ഷകരോടെയും പങ്കിട്ടു. അതെല്ലാം നിങ്ങൾ കേട്ട് കാണും, കണ്ടു കാണും, രസിച്ച് കാണും. ഒരുപാട് അറിവ് അതിൽ മൂലം കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ വെച്ചാൽ ഒരുപാട് ഞാൻ അത് രസിച്ച ബുക്കാണ്. വായിക്കുമ്പോഴും ശരി, ബുക്ക് റിവ്യൂ ചെയ്യുമ്പോഴും ശരി, അതിൽ കിട്ടിയ പോലെ ഒരു അറിവ് എനിക്ക് വേറെ ഏത് ബുക്കിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഡയറക്റ്റായിട്ട് സ്വാമി തന്നെ അനുഭവിച്ച കാര്യങ്ങൾ സ്വാമി പറയെ വേറെ ഒരാൾ എഴുതിയതാണ്. അതായത് സ്വാമിയുടെ ബുക്ക് തന്നെയാണ്. അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അതിനു പുറമേ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിൽ ഭഗവാൻ നിത്യാനന്ദ എങ്ങനെ സ്വാമി മുക്താനന്ദയെ എങ്ങനെ ആകർഷിച്ചു, എങ്ങനെ നയനദീക്ഷ കൊടുത്തു, അതായത് ഒരു ഭക്തൻ്റെ തീവ്രത മനസ്സിലാക്കി ആ ഭക്തനെ ഇങ്ങ് കൊണ്ടുവന്ന് ഗണേഷ്പുരി എന്നുള്ള ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഇനിഷ്യേഷൻ ചെയ്തു കൊടുത്ത് തൻ്റെ ഉപയോഗിക്കുന്ന 2 പാദതൂളികളെയും കൊടുത്തിട്ട് നീ പോ എന്ന് പറഞ്ഞയച്ച ഒരു ഗുരുവിനെക്കുറിച്ച്, അതിനെക്കുറിച്ച്, അതായത് ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ നിത്യാനന്ദയെക്കുറിച്ച് ഒന്നുമേ അറിയാനില്ലല്ലോ. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഗുരുവാണല്ലോ. ശിഷ്യനെ വരുത്തി ദീക്ഷ തന്ന് നന്നാക്കി പോ, നീ നന്നാവും എന്ന് പറഞ്ഞ് മുക്തി കൊടുക്കുന്ന അളവിന് പവറുള്ള ഒരു ഗുരുജിയെ ഇപ്പം നമുക്കിവിടെ എൻ്റെ അറിവിൽപ്പെട്ട് എനിക്ക് ആരുമില്ല. ഞാനും ഒരുപാട് ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുന്ന ആളാണ്. പല സ്ഥലത്തും പോയി ഒരു 7-8 വർഷം കൊണ്ട് ഇതാണ് എൻ്റെ ജോലി. കുറേ ലക്ഷങ്ങൾ ഞാൻ ചിലവ് ചെയ്തു, പല സ്ഥലത്തും പോയി, പലതും കണ്ടു, ഇപ്പോഴും പലരുടെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭഗവാൻ നിത്യാനന്ദ ചെയ്ത പോലെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഗുരുവിനെ ഞാൻ ജനിച്ച പിന്നീട് ഇന്നേ വരെ ഈ നിമിഷം വരെ ഞാൻ കണ്ടില്ല. അപ്പോൾ എനിക്ക് ഗുരുദേവ് നിത്യാനന്ദയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ അറിയും? ആരെടുത്ത് ചോദിക്കും? ഇത്രയും പവറുള്ള ഒരു ഗുരുജി ഉണ്ടായിരുന്നല്ലോ. നമുക്കൊന്നും അവിടെ അപ്പം ജനിക്കാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ദീക്ഷ വാങ്ങിക്കാനും ഒരു ഭാഗ്യമില്ലാതെ പോയല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വലിയൊരു പ്രയാസമായിരുന്നു. പ്രയാസമെന്ന് കൂടെ പറയാനില്ല, നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു നല്ല ചാൻസ് മിസ് ചെയ്ത് കളഞ്ഞു എന്നുള്ള ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ. ആരെടുത്ത് ചോദിക്കാനാ? അതും ഗണേഷ്പുരി എന്ന് പറയുമ്പോൾ ബോംബെക്ക് അടുത്താണ് ആ ഗണേഷ്പുരി എന്നുള്ള ആശ്രമം. അതിനെക്കുറിച്ചാണ് സ്വാമി മുക്താനന്ദ കൂടുതലും പറഞ്ഞത്. അപ്പം പക്ഷേ എന്തായിരുന്നാലും ഞാൻ ഗണേഷ്പുരി പോകണമെന്നുള്ളത് തീരുമാനിച്ചു. തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും, അവിടെ പോകും, കാണും എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. അതിന് മൂളി എനിക്ക് നിത്യാനന്ദയെക്കുറിച്ച് ആരെടുത്ത് ചോദിക്കാൻ ആരും പറഞ്ഞു തരാനില്ല. പുസ്തകങ്ങളെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി അതും ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരി, ശാലിനി എന്നാണ് പേര്, കാഞ്ഞങ്ങാടാണ് അവരുടെ സ്വദേശം, അവർ ഒരു കമൻ്റ് എഴുതിയിരുന്നു. ടീച്ചറുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ നിത്യാനന്ദ ആശ്രമത്തിൽ പോയി, ഞങ്ങളുടെ സ്ഥലത്താണ്, എൻ്റെ സ്ഥലത്താണ് സ്വാമി നിത്യാനന്ദയുടെ ആശ്രമം ഉള്ളത്. ഞാൻ കാഞ്ഞങ്ങാടാണ് ജനിച്ചു വളർന്നത്. ഞാൻ കൊച്ചിലെ ആ ആശ്രമത്തിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ പേരൻസ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അപ്പം ആ ഫോട്ടോ കണ്ടിട്ട്, സ്വാമിജിയുടെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് പിടിച്ചില്ല. വെറും ഒരു കോണകം ഉടുത്തോണ്ടിരിക്കുന്ന സ്വാമിജിയെ കണ്ടിട്ട് ഇതെന്താ ഒരു തുണി പോലും ഉടുക്കാൻ വയ്യായോ ഈ സ്വാമിജിക്ക്, എന്ത് വൃത്തികേട് എന്ന് പറഞ്ഞിട്ട്, നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ്
പക്ഷേ ഇപ്പം ടീച്ചറുടെ വീഡിയോ കേട്ടേ പിന്നീടാണ് അതിൻ്റെ ശരിക്കുമുള്ള ഗുരുവിൻ്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവിടെ ടീച്ചറെ കുറേ ഗുഹകൾ കെട്ടിവെച്ചിട്ടുണ്ട്, അതിനകത്തിരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, നല്ല അന്തരീക്ഷമാണ്. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ മനസ്സിൽ അപ്പം തന്നെ തീരുമാനിച്ചു, ഉടൻ തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് പോകണം, നിത്യാനന്ദ ആശ്രമത്തിൽ പോകണം എന്ന് കണ്ടുകൊണ്ടിരുന്നു, പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് സെൻഡ് ദ അഡ്രസ്, ഐ വോണ്ട് ടു വിസിറ്റ് എന്ന് പറഞ്ഞ് റിപ്ലൈയും കൊടുത്തു. അപ്പോഴത്തേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ശാലിനി വീണ്ടും വോയിസ് മെസ്സേജ് ഇടുവാണ്, എന്തോ ടീച്ചർ വരുന്നതിൽ സന്തോഷം, വരുന്നെങ്കിൽ പൗർണമി സമയത്ത് വരണം, ഇവിടെ നല്ല ആഘോഷമാണ്, ഗുരുപൂജയൊക്കെ ചെയ്യും, ആ സമയത്ത് വന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഉടനെ ക്യാലണ്ടർ എടുത്തു. ഈ സംസാരമൊക്കെ നവംബറിൽ അപ്പം തന്നെ ഞാൻ ക്യാലണ്ടർ എടുത്ത് നോക്കിയപ്പം 15-ാം തീയതി ഡിസംബർ 15-ന് പൗർണമി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പൗർണമിക്ക് തന്നെ പോകാം, അത് സൺഡേ. അപ്പം 14, 15 സാറ്റർഡേ സൺഡേ 2 ദിവസം അവിടെ പോകാം, അവിടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് 13th നൈറ്റ് ഇവിടുന്ന് ട്രെയിൻ കയറുന്ന പോലെ ട്രെയിൻ ഉടനെ IRCTC എടുത്തു. 10:22 ട്രെയിനുണ്ട്. അതായത് ഇവിടുന്ന് ട്രിവാൻഡ്രത്തു നിന്ന് മാംഗ്ലൂർ പോകുന്ന എല്ലാ ട്രെയിനും കാസർഗോഡ് വഴിയാണ് പോകുന്നത്. അപ്പം കാസർഗോഡിൻ്റെ മുൻപലത്തെ സ്റ്റേഷനാണ് ഈ കാഞ്ഞങ്ങാട്. അപ്പോൾ അവിടെയും ട്രെയിൻ നിൽക്കും, ഒരു 2 minutes നിൽക്കും. അപ്പോൾ ഉടനെ ഞാൻ 13-ാം തീയതി രാത്രി ഡിസംബർ 13 വെള്ളിയാഴ്ച പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. തിരിച്ച് തിങ്കളാഴ്ച, അത് 14, 15 ഭയങ്കര ആഘോഷമാണെന്ന് പറഞ്ഞു. ഓക്കെ, അതെല്ലാം കണ്ടിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ആഘോഷത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പൗർണമി ആകുമ്പം അതിൻ്റെ മുമ്പിലത്തെ ദിവസവും അതിൻ്റെ അടുത്ത ദിവസമൊക്കെ നല്ല അതേ പവർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഗുഹയ്ക്കകത്തിരുന്ന് നമുക്കും ധ്യാനം ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ 14, 15 ബുക്ക് ചെയ്ത് 16-ാം തീയതി തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് തിരിച്ചാൽ ഇവിടെ ട്രിവാൻഡ്രം വരുമ്പോൾ 8:30 ആകും രാത്രി. അത് സാരമില്ല, നമ്മുടെ സ്ഥലമില്ലയോ എന്ന് പറഞ്ഞ് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തിട്ട് ശാലിനി എടുത്ത് പറഞ്ഞപ്പം ശാലിനി പോയി എനിക്ക് അവിടെ താമസിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പം ആശ്രമത്തിൽ റൂംസൊക്കെ ഉണ്ട്, ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോയപ്പോഴാണ് അറിയുന്നത് ഈ ഡിസംബർ 14, 15 ആ പൗർണമി സമയം ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അവിടെ ബോംബെയിൽ നിന്നും ഫോറിനിൽ നിന്നും ഒക്കെ ആൾക്കാർ സ്ഥിരം വർഷാവർഷം വരുന്ന സമയമായത്. അപ്പോൾ റൂംസ് ഒന്നും കാലിയില്ല, എന്നുവെച്ചാൽ എല്ലാം ഓൾറെഡി ബുക്ക്ഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശാലിനി എനിക്ക് വോയിസിലിട്ടു. അപ്പോൾ ശാലിനിയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ശാലിനി അവിടുന്ന് ഒരു അവിടുത്തെ വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവന്നു. ടീച്ചർ ഒന്ന് വിളിച്ച് നോക്ക്, അവിടെ റൂമേ ഇല്ലെന്ന് പറയുന്നു, ടീച്ചർ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്രട്ടറിയെ വിളിച്ചു. സെക്രട്ടറി PRO എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു 17-ാം തീയതി വരെ ഇവിടെ എല്ലാ റൂംസും ബുക്ക്ഡാണ്, അതിന് ശേഷം എന്ന് വന്നാലും ഞാൻ തരാം, പക്ഷേ അതിനു മുമ്പേ എനിക്ക് ഇവിടെ തരാൻ പറ്റില്ല, എല്ലാമേ ബുക്ക്ഡാണ്. എല്ലാവരും വർഷാവർഷം സ്ഥിരം വരുന്നവരായതുകൊണ്ട് നമ്മൾ അവർക്കൊക്കെ ഓൾറെഡി റൂം ബുക്ക്ഡ്. പിന്നെ ഇപ്പോൾ അത് വിളിച്ച് ഞാൻ ശാലിനി എടുത്ത് പറഞ്ഞപ്പം ശരി, ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വീണ്ടും അവർ പോയപ്പോഴും PRO എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ ഒരു സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി റൂം അന്വേഷിക്കാൻ വന്നല്ലോ, അവരുടെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ റൂമില്ലെന്ന്. ശാലിനി വീണ്ടും പോയി. 2ാമത്തെ പ്രാവശ്യം അവരത് തന്നെ പറഞ്ഞു. വീണ്ടും അങ്ങനെ ശാലിനി പോയപ്പം അവിടെ പുഷ്പ എന്നൊരു ചേച്ചിയെ കണ്ടു. അപ്പോൾ ശാലിനി ഇങ്ങനെ വിഷമിച്ച് അവനിടയ്ക്ക് ഞാൻ വത്സമ്മ വരുന്നു എന്നുള്ള ന്യൂസ് അവർ തമ്മിൽ എല്ലായിടത്തും ഫ്ലാഷായി. അപ്പം ഇങ്ങനെ ടീച്ചർ വരുന്നു, പക്ഷേ ആശ്രമത്തിൽ താമസിക്കാൻ സ്ഥലമില്ല, റൂംസ് എല്ലാം ബുക്ക്ഡാണ് എന്ന് പറഞ്ഞപ്പം ഈ പുഷ്പ ചേച്ചി പറഞ്ഞത് അതിനെന്താ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാം, ഞാൻ അവരെ നോക്കിക്കോളാം, എൻ്റെ അടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ശാലിനി ഉടൻ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം പുഷ്പ ചേച്ചി മലയ്ക്ക് മാല ഇട്ടിരിക്കുവാണ്, അവർ തന്നെ ഒരു വീടെടുത്ത് താമസിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ശരി. അപ്പം എനിക്ക് അവിടുത്തെ ആശ്രമത്തിലെ PRO ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് 17-ാം തീയതിക്ക് ശേഷം എപ്പോൾ വന്നാലും തരാമെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ മനസ്സേ ഇല്ല. എന്തായിരുന്നാലും പൗർണമിക്ക് അവിടെ പോയി ഗുഹയിലിരുന്ന് ധ്യാനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ മെയിൻ ആഗ്രഹം. പോരാത്തതിന് ഇവർ അന്വേഷിച്ചപ്പം 14, 15 വലിയ ആഘോഷങ്ങളാണ്, കാണേണ്ടതാണ്, ഗുരുപൂജ, വിളക്ക് പൂജയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഇതേ ഇല്ല. പിന്നെ കാഞ്ഞങ്ങാട് ഒരു KV ഉണ്ട്, അതിൻ്റെ അടുത്ത് നീലേശ്വർ എന്നൊരു സ്ഥലമുണ്ട്, അവിടെയും ഒരു KV ഉണ്ട്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾസിനെയൊക്കെ വിളിച്ച് ഏതെങ്കിലും റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പുഷ്പ ചേച്ചിയുടെ ഓഫർ ഇങ്ങനെ വന്നത്, ഞങ്ങൾ വെച്ചോളാം, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ അക്കോമഡേഷൻ കൊടുത്തോളാം. അങ്ങനെ
എന്തായിരുന്നാലും ഞാൻ വെള്ളിയാഴ്ച ട്രെയിൻ കയറി രാവിലെ 4:30ക്കാണ് ട്രെയിൻ അവിടെ എത്തുന്ന സമയം. പക്ഷേ അന്ന് 1 മണിക്കൂർ ലേറ്റായിരുന്നു. അപ്പം പുഷ്പ ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ശരണം വിളിക്കും, മഠത്തിൽ ശരണം വിളിയുണ്ട്, ശരണം വിളി കഴിഞ്ഞുകൊണ്ടേ ഞാൻ ഒരു ഓട്ടോ പിടിച്ചുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം, ടീച്ചർ വേറെ എവിടെയും പോകണ്ട, അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അന്ന് രാവിലെ നോക്കിയപ്പോഴാണ് 5:30 ആയിട്ടും കാഞ്ഞങ്ങാട് എവിടെയും എത്തിയിട്ടില്ല, 1.5 മണിക്കൂർ ട്രെയിൻ ലേറ്റ്. അപ്പം ഞാൻ ഉടൻ തന്നെ പുഷ്പാമ്മയ്ക്ക് ഞാൻ വോയിസ് ഇട്ടു. പക്ഷേ അത് കാണാതെ പുഷ്പാമ്മ ഓട്ടോ പിടിച്ചിങ്ങ് വന്നു. വരുന്ന വഴിക്കാണ് എൻ്റെ വോയിസ് കേട്ടത്. അതിനെന്താ എന്ന് പറഞ്ഞു. ഏകദേശം 3 മണിക്കൂർ അന്ന് ട്രെയിൻ ലേറ്റ്. 7:30, 4:30 എത്തേണ്ട ട്രെയിൻ 7:30ക്കാണ് എത്തിയത്. എന്നിട്ടും ആ പുഷ്പാമ്മ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എനിക്ക് വേണ്ടി കാത്തിരുന്നു. എനിക്ക് അതാണ് വലിയ പ്രയാസം. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല നമുക്ക് മനപ്രയാസം. നമുക്ക് വേണ്ടി ഒരാൾ അക്കോമഡേഷൻ തരാമെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്ന് 3 മണിക്കൂർ അവരെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയല്ലോ എന്നുള്ള പ്രയാസം. അപ്പോൾ കണ്ടു, മാലയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട്, ശബരിമലയ്ക്ക് മാല ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പം തന്നെ കണ്ടു, മനസ്സിലാക്കി. സോറിയൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞ് ഞാൻ എന്തിനാ സോറി ചോദിക്കുന്നത്, ഞാൻ നല്ല ഒരു ഉറക്കം ഉറങ്ങിയില്ല അവിടെ ഇരുന്ന് എന്ന്. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവം പുഷ്പാമ്മയ്ക്ക്. അങ്ങനെ ഓട്ടോ പിടിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്കും തന്നെ ഒരു റൂമൊക്കെ തന്നു. അവിടെ കുളിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ പുഷ്പ ചേച്ചി താമസിക്കുന്നത് അവരുടെ ബന്ധുവായ ബാനു, മഞ്ജു, വേറെ 2 മഞ്ജുവിൻ്റെ വീട്ടിലാണ് ഈ 3 കന്നി സ്വാമികളും ഒന്നിച്ച് താമസിക്കുന്നത്. വീട് വിട്ട് മാറി നിന്ന് മഞ്ജുവിൻ്റെ ഹസ്ബൻഡും മാലയ്ക്ക് മാല ഇട്ടിട്ടുണ്ട്, പക്ഷേ ബാനുവിൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം വേറെ പല സ്വാമിമാരോട് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ഈ 3 കന്നി പെണ്ണുങ്ങൾ സ്വാമികൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൽ ഞാനും കൂടെ താമസിച്ചു. 2 ദിവസം വളരെ നല്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അങ്ങനെ ഉച്ചയായപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് 14-ാം തീയതി ഈ 3 കന്നിസ്വാമികളുടെയും അന്നദാനമായിരുന്നു. പക്ഷേ എന്നിട്ടും പുഷ്പ അമ്മ അവിടെ പോയില്ല, എൻ്റെ കൂടെ തന്നെ നിന്നു. എന്നെ ഓട്ടോയിൽ മറ്റേ 2 പേരും അന്നദാനത്തിന് പോയി, സഹായിക്കാനും എല്ലാത്തിനും കൂടെ പോയി. പക്ഷേ പുഷ്പമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഓട്ടോയിൽ ആശ്രമത്തിൽ പോയി അവിടെ ഊണ് കഴിച്ചു. ഇതിൽ ഇനിയൊരു കാര്യം അവിടെ പറയാനുള്ളത്, ഈ ഗുഹ അകത്ത് അതിൻ്റെ മീതെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ മീതെ ഒരു അമ്പലം പണിഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം വെളിയിൽ നിന്ന് കാണുമ്പം ഈ സോമനാഥ് ടെമ്പിളിൻ്റെ കൂട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കെട്ടിയിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഗുരുദേവ് നിത്യാനന്ദയുടെ പഞ്ചലോകത്തിലുണ്ടായ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അതിലാണ് 6:45 മണിക്ക് കർപ്പൂരാഹാരാധി കാണിക്കുന്നത്. അവിടെ ആരാധ്യയെല്ലാം കണ്ടു. പിന്നെ ഞാൻ അവിടെ പടിയിൽ നമസ്കരിച്ചിട്ട് ഇങ്ങനെ മേളിൽ നോക്കിയപ്പം മുഖത്ത് ഇതാണ് മുദ്ര, അഭയമുദ്ര എന്ന് പറയും. ഏത് ഫോട്ടോയിലും ഭഗവാൻ നിത്യാനന്ദയുടെ എല്ലാ ഫോട്ടോയിലും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ. ദേഹം കറുത്ത ദേഹമാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ദേഹമാണ്. പക്ഷെ മുഖം കണ്ടാൽ അറിയാം, ചൈൽഡിഷ് ആ ചിരി കണ്ടാൽ അറിയാം, അത്രയേ ഇന്നസെൻ്റായിട്ടുള്ള ഒരു ചിരിയാണ്. ആ ദൈവീകം എന്ന് പറയുന്നത്, ആ ചൈതന്യം അങ്ങനെ മുഖത്ത് കാണാൻ പറ്റുന്നു. അത് അപ്പോൾ ഈ ബുക്ക് വായിച്ചതിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ഗുരുവിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ബുക്കിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് ഭഗവാൻ നിത്യാനന്ദയുടെ ആർക്കാ ജനിച്ചേ അതൊന്നും ആർക്കും അറിഞ്ഞൂടാ. അപ്പം ഒരുപാട് പേര് കേട്ടുന്ന താങ്കളുടെ അമ്മയച്ഛനെയും കുറിച്ച് പറയണം, എവിടാ ജനിച്ചതെന്നൊക്കെ. അപ്പോൾ എപ്പോഴും നിത്യാനന്ദ പറയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തിനാ അറിയണ്ടേ, അതൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ അങ്ങ് തള്ളിക്കളയുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ ഈ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അതായത് കേരളയിൽ കള്ളിക്കോട്ട ഡിസ്ട്രിക്റ്റിലെ തുനേരി എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ചാത്ത് നായർ എന്നുള്ള ഒരു വ്യവസായി താമസിച്ചു.
അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഉമ്മമ്മ. ഇപ്പോൾ ഈ ചാത്തു നായർക്കും ഉമ്മമ്മയ്ക്കും 7-8 കുട്ടികളുണ്ടായി. 3 കുട്ടികൾ മരിച്ചു, ഒരു 5 കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവരുടെ കൂടെ. അപ്പം അവർക്കും വലിയ കഷ്ടപ്പാടായിരുന്നു. അവിടെ ആ സ്ഥലത്ത് കൊയിലാണ്ടി, അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കൊയിലാണ്ടി. ഈ കൊയിലാണ്ടിയിലെ ഈശ്വർ അയ്യർ എന്നൊരു വക്കീൽ, അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ആ വക്കീൽ നല്ല അറിയപ്പെടുന്ന ഒരു വക്കീലാണ് ആ ഏരിയയിൽ. അപ്പം ഈ ഇവരുടെ കഷ്ടപ്പാട്, അതായത് ഈ ചാത്തു നായരുടെയും ഉമ്മമ്മയുടെയും കഷ്ടപ്പാട് കണ്ടുകൊണ്ട് കൊയിലാണ്ടിയിൽ കോതമംഗലം എന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ഗുഡിസയൊക്കെ ഇട്ട് കൊടുത്തു, ഒരു ചെറിയ വീട് പോലെയൊക്കെ പണിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അവിടെയുള്ള അവിടെ 3 അമ്പലമുണ്ട്. ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അയ്യപ്പൻ്റെയും അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഈ 3 അമ്പലത്തിലും പോവുക, തൂക്കുക, അമ്പലത്തിൽ വേണ്ടിയ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക. അങ്ങനെ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവരും മക്കളും എല്ലാവരും കൂടെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി നല്ല മഴ, ഇടിയും മിന്നലും മഴയുമായിട്ടിരുന്നപ്പം ഈ ഉമ്മമ്മയുടെ സ്വപ്നത്തിൽ ശിവനും മഹാവിഷ്ണുവും തോന്നിയിട്ട് പറഞ്ഞു, നാളെ രാവിലെ വെളുപ്പാൻ രാവിലെ നീ അയ്യപ്പൻ്റെ അമ്പലത്തിൽ നീ പോകണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങ് മറഞ്ഞു. അപ്പം അവിടെയാണെങ്കിൽ വിടാത്ത മഴ, ഭയങ്കര മഴ. എന്നാലും ഉമ്മമ്മ രാവിലെ എണീച്ച് കുളിച്ച് ഒരു തീപ്പന്തവും എടുത്തുകൊണ്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയപ്പം അവിടെ അവർ കണ്ടത് ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നു. ആ കുഞ്ഞിനെ ചുറ്റി ഒരു നല്ല പാമ്പ് ഇങ്ങനെ പടം എടുത്ത് ഇരിക്കുന്നു. അപ്പം ഇവർക്ക് ആ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് ആ കുഞ്ഞിൻ്റെ തേജസ് കണ്ടപ്പം ഇവർക്ക് ആ കുഞ്ഞിനെ കയ്യിലെടുക്കണമെന്ന് തോന്നി. അതേസമയത്ത് ആ നല്ല പാമ്പ് ഇങ്ങനെ പടം എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത് പോകാൻ വയ്യ. അതിനിടയ്ക്ക് ഇവരുടെ ഭർത്താവ് ഇത്രയും നേരമായി, ഇത്രയും ഇടിയും മിന്നലും മഴയുമായിട്ടിരിക്കുന്നു, പോയ ഭാര്യയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം വന്നു. അവിടെ വന്നപ്പം ഈ കുഞ്ഞിനെ കണ്ടപ്പം അദ്ദേഹം ഓടി. ആരുടെ അടുത്ത്? ഈ അഡ്വക്കേറ്റിൻ്റെ അടുത്ത്, ഈശ്വര അയ്യർ എന്നുള്ള അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ വന്നിട്ട് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വളർത്തോ എന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞ നിമിഷം തന്നെ ഈ നല്ല പാമ്പ് 3 പ്രാവശ്യം കുഞ്ഞിനെ വലം വന്നിട്ട് അത് എവിടെയോ കാട്ടിപ്പോയി മറന്നു. അങ്ങനെ ഈ ചാത്തു നായരും ഉമ്മമ്മയും കൂടെ ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന്, ഓൾറെഡി 5 കൊച്ചുങ്ങളുണ്ട്, 5ൻ്റെ കൂടെ ഇതിനെയും കൂടെ അങ്ങനെ വളർത്തു വരുമായിരുന്നു. അപ്പം പിന്നെ കുറച്ചൊക്കെ വയസ്സായപ്പോഴത്തേക്ക് ആ ചാത്തു നായർ മരിച്ചു. അതിന് പിന്നെ നമ്മുടെ ഈ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഈശ്വര അയ്യർ, അദ്ദേഹമാണ് ഈ കുഞ്ഞിനെയും മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തത്. കുഞ്ഞ് വലുതായിക്കൊണ്ട് വന്നപ്പം ഈ കുഞ്ഞിൻ്റെ അടുത്ത് അഡ്വക്കേറ്റിന് ഭയങ്കര ഒരു സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അഡ്വക്കേറ്റിൻ്റെ മക്കളുടെ കൂടെയൊക്കെ കളിക്കുന്നതൊക്കെ കാണുമ്പം ഇദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ്. അതുമാത്രമല്ല, ഈ കേസ് കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യുമ്പം ഈ കുഞ്ഞിന് രാമ എന്നാണ് പേരിട്ടത്. ആക്ച്വലായിട്ടും ഈ ഈശ്വര അയ്യർ അഡ്വക്കേറ്റാണ് രാമ എന്ന് പേരിട്ടത്. ഈ രാമ എന്നുള്ള ഈ കുഞ്ഞാണ് പിന്നെ ഭഗവാൻ നിത്യാനന്ദ എന്ന് അറിയപ്പെടുന്ന വലിയ മഹാനായിട്ട് മാറിയത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ അഡ്വക്കേറ്റിന് സൂര്യനാരായണനെയാണ് തൊഴുന്നത്, വേറെ ഒരു ദൈവത്തിനെയും തൊഴത്തില്ല. സൂര്യനാരായണൻ ആദിത്യ ഹൃദയം മാത്രം വായിക്കും. ഓക്കെ, അപ്പം ഇതാണ്. അപ്പോൾ അഡ്വക്കേറ്റും ഈ കൊച്ചിൻ്റെ വളർച്ചയും കൊച്ചിത്രയും സ്മാർട്ടായിരിക്കുന്നതും ഒക്കെ കണ്ട് വളരെ സന്തോഷിച്ച് ആ കൊച്ചിനെയും പിന്നെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്തു. പക്ഷേ സ്കൂളിലൊന്നും ഈ കൊച്ച് രാമ എന്ന് പറഞ്ഞ ഈ കൊച്ച് അവിടെ അങ്ങ് ഇരിക്കത്തില്ല, അതൊന്നും ഇഷ്ടമല്ല, അതിങ്ങ് ഓടി വരും. അങ്ങനെ വന്ന് ഇപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഈ ചാത്തു നായരും ഉമ്മമ്മയും മരിച്ചു. അപ്പം ഈ കൊച്ചിൻ്റെ കാര്യം ഫുള്ളായിട്ട് അഡ്വക്കേറ്റ് തന്നെ ഏറ്റെടുത്തു. ആ കൊച്ച് നല്ല രീതിയിൽ വളർന്നു വന്നു. പിന്നെ ഒരു പ്രാവശ്യം
ആ ഈ അവർ രണ്ടുപേരും മരിക്കുന്നതിന് മുമ്പേ ഈ കൊച്ച് ചാത്തനായരുടെയും ഉമ്മമ്മയുടെയും വീട്ടിൽ വളർന്നുകൊണ്ട് വന്നപ്പം കൊച്ചിന് വലിയ ഒരു ലിവർ ബാധിച്ച വലിയ ഒരു അസുഖം വന്നു. വലിയ ഒരു അസുഖം, അത് ലിവറിനെ ബാധിച്ച ഒരു അസുഖമാണ്. രാത്രി മുഴുക്ക ഒരു ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു ആ കൊച്ച്. അങ്ങനെ ഈ അസുഖം മാറാൻ വേണ്ടി ഈ ഉമ്മമ്മ ഈ കൊച്ചിനെയും തോളത്തെടുത്തിട്ടുണ്ട് ഈ 3 അമ്പലത്തിലും, ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലും ഈ കൊച്ചിനെ കൊണ്ടുപോയി അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഇരുന്നു. എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറണേന്ന്. രാത്രി മുഴുക്ക കരയും, ഉറങ്ങത്തേയില്ല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഒരു രൂപം തെളിഞ്ഞു. അത് ഈ കള്ളിറക്കുന്ന ഒരാളിൻ്റെ രൂപമായിരുന്നു. കള്ളിറക്കുന്ന വെച്ചാൽ ഈ ഇത് വെട്ടുന്ന ഇത് വെട്ടുകത്തിയും പുറയിൽ ഒരു കുടുക്കയും ഒക്കെ ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉമ്മമ്മയെ നോക്കി പറഞ്ഞു, നിൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറും, നീ ഇങ്ങനെ കരയേണ്ട കാര്യമില്ല, നീ വിഷമിക്കണ്ട, നീ ഈ കാക്കയെ ഈ കാക്കയുടെ രക്തമെടുത്ത് ആ കൊച്ചിൻ്റെ ദേഹം മുഴുക്ക പുരട്ട്. ഈ കാക്കയുടെ മാംസം നെയ്യിൽ വറുത്ത് ദിവസവും കുറേശ്ശെ കൊടുത്തോണ്ട് വാ, കൊച്ചിൻ്റെ അസുഖം മാറും എന്ന് പറഞ്ഞു. ആ കാക്കയെ കയ്യിൽ വാങ്ങിച്ചതേ ഉള്ളൂ, ആ ആൾ അവിടുന്ന് മറഞ്ഞു. എവിടെ പോയി എന്നറിയാൻ വയ്യ. അങ്ങനെ ഇവർ എന്തായിരുന്നാലും ശരിയെന്ന് പറഞ്ഞ് കാക്കയെ വീട്ടിൽ കൊണ്ടുവന്ന് അതുപോലെ ചെയ്തു. ഇപ്പം ഭഗവാൻ നിത്യാനന്ദയുടെ രൂപം കാണുമ്പം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളതാണ്, കയ്യും കാലിലുമൊക്കെ നല്ല നീളം, പക്ഷേ ദേഹം കറുകറുന്നാണ് ഇരിക്കുന്നത്. അപ്പം സമാധി സ്റ്റേറ്റിൽ വരുന്നവരെ ദേഹം അതേ രീതിയിലാണ് ഇരുന്നേ എന്നാണ് ബുക്കിലും എഴുതിയിരിക്കുന്നത്. എന്നുവെച്ചാൽ കുറേ ഫോട്ടോകൾ അവിടെ ഉണ്ട് ആശ്രമത്തിനകത്ത്, എല്ലാ ഫോട്ടോയിലും ഇതേയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഈ കാക്കയുടെ രക്തം പുരട്ടിയ കൊണ്ടായിരിക്കാം ഈ കറുത്ത നിറം വന്നത് എന്ന് എനിക്കൊരു ചെറിയ ഒരു തോന്നൽ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഭഗവാൻ നിത്യാനന്ദ അങ്ങനെ ആ കുഞ്ഞ് രാമ നല്ല രീതിയിൽ വളർന്ന് വന്നുകൊണ്ടിരുന്നു. പിന്നാണ് ഇവർ രണ്ടുപേരും മരിച്ചത്, അമ്മയും അച്ഛനും മരിച്ചത്. അതിന് പിന്നെ അഡ്വക്കേറ്റാണ് എടുത്ത് വളർത്തത്. അതിനിടയ്ക്ക് അഡ്വക്കേറ്റിനെ കാണാൻ ഒരു ജ്യോത്സ്യം വന്നു. ആ ജ്യോത്സ്യൻ്റെ അടുത്ത് ഈ രാമയുടെ തലക്കുറി വരയ്ക്കാൻ പറഞ്ഞു. അപ്പം ആ ജ്യോത്സ്യം കണ്ടിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല, ഇത് ശിവൻ്റെ അംശമുള്ള ഒരു കുഞ്ഞാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മ, പോസിറ്റീവ് കർമ്മ കൊണ്ടാണ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എടുത്ത് വളർത്താനുള്ള ഒരു ചാൻസ് കിട്ടിയത്. ഇത് ശിവൻ്റെ ഒരു മറുപിറവിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞും അവിടെ വളർന്നുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഈ അഡ്വക്കേറ്റിന് ഈ ക്ഷേത്രാടനം പോകണമെന്ന് ഒരാഗ്രഹമുണ്ടായി. അങ്ങനെ ക്ഷേത്രാടനത്തിന് പോകുമ്പം ഈ രാമായെയും കൂടെ ഈ പയ്യനെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി. എന്നുവെച്ചാൽ അദ്ദേഹം എവിടെ പോയാലും ഈ രാമായനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഈ രാമയെയും കൊണ്ടുപോയപ്പം അവിടെ കാശി വിശ്വനാഥൻ, വാരണാസി പോയി കാശി വിശ്വനാഥൻ ടെമ്പിളിലൊക്കെ പോകുമ്പോഴേ അപ്പം ഈ കൊച്ച് കാണാതെ പോകും. എപ്പോഴും ഈ അവിടുത്തെ ഘാട്ട്, പല സ്ഥലങ്ങളുണ്ടല്ലോ, അവിടുത്തെ ഘാട്ടിലൊക്കെ പോയി നിന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ധ്യാനമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകും. പിന്നെ അവിടെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ബദ്രി, കേദാർ, ആ സ്ഥലങ്ങളൊക്കെ, ഋഷികേശ് എല്ലാം കണ്ടിട്ട് തിരിച്ച് മടങ്ങാനായിട്ട് തയ്യാറാകുമ്പം ഈ രാമ എന്നുള്ള പയ്യൻ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ കൂടെ വരത്തില്ല, എനിക്ക് ഇവിടെ ഇരുന്ന് ധ്യാനം ചെയ്യാനാണ് ഇഷ്ടം, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അഡ്വക്കേറ്റിന് ഭയങ്കര മനപ്രയാസം. എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിൽ കൊണ്ട് നടക്കുമായിരുന്നു ഈ പയ്യനെ. അപ്പം ശരി, നിന്നെ കണ്ടാൽ ശരി, ഞാൻ നീ പറയുന്നതിന് ഞാൻ സമ്മതിക്കുന്നു, എന്ന് വെച്ചാൽ നീ സാധാരണ ഒരു കുഞ്ഞല്ല എന്നുള്ളത് ആ ജ്യോത്സ്യം പറഞ്ഞതും പയ്യൻ്റെ നടപടിക്കെല്ലാം കണ്ടപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ഏതോ ഒരു സ്പെഷ്യൽ പിറവിയാണ്
എന്നുള്ളത്. അപ്പം രാമയെ കണ്ട് പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹത്തിനെ നീ ഒന്ന് തീർത്ത് തരണം എന്ന് പറഞ്ഞു. എന്തുവാ ആഗ്രഹം എന്ന് പറഞ്ഞപ്പം, ഞാൻ സൂര്യനെയാണ് തൊഴുന്നത്, ആദിത്യ ഹൃദയമാണ് വായിക്കുന്നത്. അപ്പം എനിക്ക് ആ സൂര്യനാരായണനെ കാണാനൊരു ഭാഗ്യം കിട്ടണം എന്ന് രാമൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് അവിടെ സൂര്യനാരായണൻ ദർശനം തന്നു. സൂര്യനാരായണൻ്റെ ദർശനം കിട്ടി. അപ്പോഴത്തേക്കാണ് അഡ്വക്കേറ്റിന് ഭയങ്കര സന്തോഷമായത്. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് മനസ്സിലായത്. അപ്പം നീ ഇനി നിത്യാനന്ദം എന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് തന്നെയാണ് നിത്യാനന്ദ എന്നുള്ള പേര് കൊടുത്തത്. അങ്ങനെ അഡ്വക്കേറ്റ് ആണ് തിരിച്ച് ഒറ്റയ്ക്കാണ് മടങ്ങിപ്പോയത്. അത് കാശിയിലെ കാലഭൈരവർ എന്നൊരു ടെമ്പിളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ ഞാനും കാശി പോയിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. അതിനൊരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് കാലഭൈരവരുടെ ടെമ്പിളിലാണ്. ഞാൻ വരുന്നതിൻ്റെ അന്ന് വീണ്ടും കാലഭൈരവരുടെ ടെമ്പിളിലാണ് പോയത്. അപ്പം ആ കാലഭൈരവരുടെ ടെമ്പിളിലാണ് നിത്യാനന്ദ 41 ദിവസം തങ്ങി അവിടെ തപസ്സിരുന്നത്. പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി, ബർമ്മ, സിലോൺ, അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലും പോയി. പിന്നെ അഡ്വക്കേറ്റ് ഇങ്ങനെ മനസ്സില്ലാതെ തിരിച്ച് മടങ്ങി വന്നപ്പം ചോദിച്ചെന്ന്, എനിക്കിനി നിന്നെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോടെ കല്യാണമെല്ലാം വരുന്നു, അപ്പം നിന്നെ നീ ഇല്ലാതെ എങ്ങനെ ഞാൻ കാണും, നിങ്ങൾ ഞാൻ കാണും എന്ന് പറഞ്ഞു. അതേപോലെ മോടെ കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി 12 മണിയായപ്പം ആരോ കതവിനെ തട്ടുന്ന ശബ്ദം കേട്ടു. ഇദ്ദേഹം ഓടിപ്പോയി കതവ് തുറന്നപ്പം അവിടെ നിന്നത് ഈ രാമ എന്നുള്ള പയ്യനാണ്. അതായത് രാമ ഇപ്പം നിത്യാനന്ദ എന്നറിയപ്പെടുന്ന ഭഗവാൻ നിത്യാനന്ദയാണ് അവിടെ നിന്നത്. അതായത് അഡ്വക്കേറ്റിൻ്റെ മോടെ കല്യാണം അറിഞ്ഞ് കറക്റ്റ് സമയത്തേക്ക് അവിടെ വന്നു. അതുമാത്രമല്ല, കല്യാണമെല്ലാം കഴിഞ്ഞപ്പം അഡ്വക്കേറ്റിനും വയസ്സായി, ബില്ല് എഴുതി വെച്ചു. സ്വത്തൊക്കെ പിരിച്ചു കൊടുത്തപ്പം അതിലൊരു ഭാഗം രാമയ്ക്കും കൊടുത്തു. പക്ഷേ രാമ എനിക്കതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് തന്നെ എല്ലാം എടുത്തു കൊടുത്തു. പിന്നെ അവിടെ തന്നെ നിന്നു. എന്നുവെച്ചാൽ അതിനിടയ്ക്ക് അഡ്വക്കേറ്റിൻ്റെ മരണം സംഭവിച്ചു. അപ്പോൾ രാമയും കൂടെ ചേർന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ ചിതാഭസ്മം എടുത്തുകൊണ്ട് വീണ്ടും കാശിക്ക് വന്നു. അപ്പോഴാണ് ഈ കാലഭൈരവരുടെ അമ്പലത്തിൽ 41 ദിവസം നിന്ന് ആഴ്ന്ന ധ്യാനം ചെയ്തു. അതിന് പിന്നാണ് ഈ ബർമ്മ, സിലോണിലൊക്കെ പോയത്. അങ്ങനെ ചെന്നൈ പോയി. അങ്ങനെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഞാൻ കുറേശ്ശെ വേറെ ചില വീഡിയോകൾ മുഖാന്തരം ഞാനിടാം. എനിക്ക് എന്തായിരുന്നാലും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സൂക്ഷ്മ ഗുരുക്കന്മാരിൽ ഇപ്പോൾ ഇവരുടെ 2 പേരുടെയും പേര് ചേർത്തിട്ടുണ്ട്. ദിവസവും ഞാൻ ഇവരെ വിചാരിച്ച് ധ്യാനിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, സ്വാമി മുക്താനന്ദായും ഭഗവാൻ നിത്യാനന്ദായും എൻ്റെ സൂക്ഷ്മ ഗുരുക്കന്മാരിൽ 2 പേരാണ് എന്ന്. അപ്പം എൻ്റെ ആഗ്രഹമാണ് ഭഗവാൻ നിത്യാനന്ദ കേട്ടതും എന്നെ ഇവിടെ കൊണ്ടുപോകാൻ ഇടവരുത്തിയതും അവിടുന്ന് ബുക്ക് വാങ്ങിച്ചതും ബുക്കിലുള്ളതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതും എല്ലാം ഇനി 2-3 വീഡിയോകളിൽ അതിനെക്കുറിച്ചും പറയാം വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ എൻ്റെ ഗുരുനാഥൻ നിത്യാനന്ദയ്ക്ക് ആത്മാഞ്ജലിയായിട്ട് പുതിയ വർഷത്തിൽ തുടക്കത്തിൽ തന്നെ ഗുരുനാഥൻ്റെ കാലടിയിൽ സമർപ്പിക്കുന്നു. ഇതൊരു ട്രിബ്യൂട്ട് ടു ഭഗവാൻ നിത്യാനന്ദ. ഞാൻ അവിടെ ആശ്രമത്തിൽ പോയതിൻ്റെ ഡീറ്റെയിൽസ്, യാത്രാ വിവരങ്ങളൊക്കെ വേറൊരു വീഡിയോ ഉണ്ടാക്കി. അതിനെ നമ്മുടെ തന്നെ ഓസം ഇൻഫോർടൈൻമെൻറ്റ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ടും ഐ ബട്ടണായിട്ടും തരും. അപ്പോൾ അതും കൂടെ നിങ്ങളെല്ലാവരും പോയി നോക്കണം. എന്നുവെച്ചാൽ അതിലായിരിക്കും ആശ്രമത്തിലെ എല്ലാ ഡീറ്റെയിൽസും വരുന്നത്. ഈ വേറെയും ചില വീഡിയോസും യാത്രാ വിവരങ്ങളും ഒക്കെ പുതിയ വീഡിയോസായിട്ട് 2 ചാനലിലും കൂടെ അതിൻ്റെ വിവരങ്ങൾ ഞാൻ അയക്കാം. എല്ലാവർക്കും ഈ പുതിയ വർഷം വളരെ നല്ല വർഷമായി എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.